കാലി വേണം എൻ്റെ കാര്യം. എല്ലാവരും ശാന്തമായി ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്നാണ് ഇവിടെ അനുശോചനങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കുവാനായിട്ടുള്ള സമയമാണ്. ശാന്തമായി കാണാനുള്ളവർ കാണാം, അതിന് തടസ്സങ്ങളൊന്നുമില്ല. അല്ലാത്തവർ ശാന്തമായി നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്ക് ഇരുന്നാൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയമാണ്. ഇപ്പോഴേ 11-ാം ഭാഗം പ്രാർത്ഥന ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശ്രീ പി ജി ജേക്കബ് ഇപ്പോഴേ അനുശോചനം അറിയിക്കുന്നതാണ്. 11-ാം ഭാഗം പ്രാർത്ഥന ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശ്രീ പി ജി ജേക്കബ്. ദൈവനാമത്തിന് വന്ദനം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ബന്ധുമിത്രാദികളെ, ഇടവകാംഗങ്ങളെ, പ്രിയ പാപ്പൻ്റെ വേർപാടിനെക്കുറിച്ച് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരാളും വിചാരിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ വേർപെട്ട് പോകുമെന്ന്.
എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം വിളിക്കുമ്പോൾ പോയേ മതിയാവുകയുള്ളൂ. അതിൽ നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം ഓരോന്ന് പറഞ്ഞ് വഴക്കൊക്കെ കൂടിയാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് മനസ്സിലൊന്നും സൂക്ഷിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ഈ പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിൽ 11ാം ഗ്രൂപ്പ് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ സ്വന്തമായ പേരിലുമുള്ള അനുശോചനം റീത്ത് വെക്കുന്നതിന് വേണ്ടി പ്രയർ ഗ്രൂപ്പിൻ്റെ ക്ഷണിച്ചുകൊള്ളുന്നു. 11ാം ഭാഗക്കാർ വന്ന് റീത്ത് സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഇടവ മിഷനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇടവ മിഷൻ സെക്രട്ടറി എൽ സാമുവൽ അനുശോചനം അറിയിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയ അവറാച്ചാനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ തണലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് കൽപ്പിച്ചിട്ടുള്ളത് ദീർഘായുസ്സും രക്ഷയുടെ അനുഭവമാണ്. പ്രിയ അവറാച്ചായൻ രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. വളരെ ആത്മീയമായി വളരെ മുന്നേറ്റം ജീവിച്ച ഒരു മനുഷ്യനാണ്. ജീവിച്ചിരുന്നതെങ്കിലും ആത്മീയമായി ധന്യനായിരുന്നു. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവുമെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ 84 സംവത്സരം ഈ ലോകത്തിൽ ജീവിച്ച ഈ അവറാച്ചായൻ യഥാർത്ഥത്തിൽ ഒരു രക്ഷയുടെ അനുഭവത്തിൽ വന്ന മനുഷ്യനാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത് ആശ്വസിക്കാം. ഒരു ഭക്തൻ്റെ മരണം ദൈവത്തിന് വളരെ പ്രസാദമുള്ളതാണ്. അപ്പോൾ ഈ അവറാച്ചായൻ തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും ആശ്വസിക്കാം. ഏകദേശം 25-30 വർഷങ്ങൾക്കപ്പുറം ശാരീരികമായ വളരെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ പ്രിയ സഹോദരന് സാധിച്ചു. പ്രിയ സഹോദരൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ് അതിലേക്ക് മുന്നേറുവാനും അതിൽ നിന്നൊക്കെ കടന്നു പോകാനും ഒക്കെ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര നല്ല ഒരു ആത്മീയ വിശ്വാസത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയ അവറാച്ചായൻ. ദൈവദാസന്മാരൊക്കെ പ്രിയ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുന്നതും വളരെ ആദരവോടെയും വളരെ ഭയഭക്തിയോടെ കൂടെയും ആദരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പ്രിയ അവറാച്ചായൻ. അപ്പോൾ വീട്ടിലുള്ളത് എന്തെങ്കിലുമൊക്കെ ചെല്ലുന്നവർക്ക് സൽക്കാരമായി നൽകുവാനും മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം വിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന പ്രിയ അവറാച്ചായന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും മരിക്കുകയില്ല. പ്രിയ അവറാച്ചായൻ ശരിക്കും മരിച്ചതല്ല, ദൈവ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടതാണ്. ദൈവം തന്നെ അടുത്തേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടതാണ്. ഈ ലോകത്തിലെ ജീവിതം മതിയാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്ന് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് എല്ലാ ദൈവമക്കളും പ്രിയ കുടുംബത്തിലുള്ള അംഗങ്ങളും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. യോബിനോട് ചേർന്നുകൊണ്ട് നമുക്കും പറയണം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മാമ്മയെയും കുഞ്ഞുങ്ങളെയും അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവമിഷൻ്റെ പേരിലുള്ള
ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതിനായി ട്രസ്റ്റി ഇടവകയിലെ സേവികാ സംഘത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സേവികാ സംഘം സെക്രട്ടറി മിസ്സിസ് ചിന്നക്കുട്ടി തോമസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ദൂരത്തുനിന്നും ചാരത്തുനിന്നും വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്തീയ ജീവിതം പ്രത്യാശ നിറഞ്ഞതാണ്. ഈ ലോകത്ത് ജീവിക്കുവാനും ജനിക്കുവാനും അവസരം നൽകുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അത് ഏത് പ്രായത്തിലായാലും പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് വളരെ ദുഃഖം തന്നെയാണ്. ഓരോ വേർപാടും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നാമും ഇതേപോലെ ഒരവസ്ഥയിലൂടെ കടന്നു പോകണം എന്നുള്ള വസ്തുത തന്നെയാണ്. അവസരം കൊടുത്തു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് മുമ്പിട്ട് എല്ലാ പ്രാർത്ഥനകളിലും കടന്നു വരികയും അനുഭവസാക്ഷ്യം പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് നന്ദിയോടെ ഞാനിപ്പോൾ ഓർക്കുന്നു. പ്രിയ പിതാവ് ശാരീരിക ബുദ്ധിമുട്ട് രണ്ടുപേരും പാടില്ലാതിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ കാണിച്ച നല്ല മനസ്സിനെ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുന്നു. ഇനി പ്രിയ പിതാവിനെ ഈ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. ആ നിത്യതയുടെ തുറമുഖത്ത് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അമ്മാമ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ നിന്ന് സേവ്യാസംഘത്തിന് കിട്ടിയ എല്ലാ കൈത്താങ്ങലിനെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും പുല്ലങ്കോട് മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ അനുശോചനം അറിയിക്കുകയും ഒപ്പം റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ, സഭാ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അവറച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓർമ്മ വച്ച നാൾ മുതൽ കണ്ടുവരുന്ന ഒരു മുഖവും കുടുംബവുമാണ് അവറച്ചൻ്റേത്. അപ്പോൾ കൂടുതലായിട്ട് വിവരിക്കാനൊന്നും ഞാൻ തുനിയുന്നില്ല. പരിമിതികളിൽ പരിഭവങ്ങളില്ലാതെ, അതിലേറെ പരാതികളില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടും സാഹോദര്യം വർത്തിച്ചിരുന്ന ഒരു ദേഹം. അതാണ് എനിക്ക് പുള്ളിയെപ്പറ്റി വളരെ ചുരുക്കമായിട്ട് പറയാനുള്ളത്. ബേബിയെ എന്തുണ്ട് എന്നതിൽ എല്ലാമുണ്ട്. ആശ്വാസത്തിൻ്റെ വാക്കുകൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ, സാഹോദര്യത്തിൻ്റെ സ്വരം എല്ലാം ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ജീവിതം, അത് എല്ലാ ജീവിതങ്ങളും, ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമുക്ക് ഓരോരോ പാഠങ്ങളായി ഇരിക്കേണ്ടതാണ്. ഇതും ഒരു പാഠമായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ദൈവം ഇടയാക്കി. എല്ലാവരോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടെ പെരുമാറി സഭാ കൂട്ടായ്മകളിലെല്ലാം പങ്കെടുത്തു, പ്രാർത്ഥനകളിലെല്ലാം ആവോളം പങ്കെടുത്തു, തൻ്റെ ഓട്ടം തികച്ചു. സഭാപ്രസംഗി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എല്ലാത്തിനും ഒരു കാലമുണ്ട്. അത് ദൈവത്തിൻ്റെ കാലമാണ്. നമുക്ക് ചില കാലങ്ങൾ അകാലമാണ്, പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ കാലവും കാലം തന്നെയാണ്. ദൈവത്തിൻ്റെ വിളിയിൽ അവരാച്ചനെ ദൈവം കൂട്ടിച്ചേർത്തു ഉള്ള വിശ്വാസത്തിലും ആശ്വാസത്തിലും പ്രത്യാശയിലും ആയിരിക്കുന്ന എൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുന്നു. കൂടാതെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അനുശോചനങ്ങളും ആശ്വാസങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതിനായി ഇവാഞ്ചലിസ്റ്റ് വൈ ഫിലിപ്പ്. പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ അനുശോചന ഇടവക സെക്രട്ടറി ശ്രീ ജി കുഞ്ഞുമോൻ ഇപ്പോൾ അറിയിക്കും.
ദൈവമാത്ര മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള അച്ഛൻ, പ്രിയ അവറാച്ചാൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടായവരുമേ, നിങ്ങൾക്ക് അവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹ വന്ദനം. നമ്മുടെ ഈ ലോകവാസം ശാശ്വതമല്ല. നശ്വരമായ ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നാം വെറും പരദേശികളായി ഈ പാർക്കുന്ന ഈ ദേശത്ത്, മനോഹരമായ ദേശത്ത് കഴിഞ്ഞ 84 വർഷക്കാലം ജീവിപ്പാൻ തക്കവണ്ണം പ്രിയ അവറാച്ചാന് ദൈവം തമ്പുരാൻ അവസരം കൊടുത്തു. അതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവറാച്ചാനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ആ കുടുംബമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം എൻ്റെ കുടുംബമായി, ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഉണ്ട്. അവറാച്ചാൻ ഒരു സഹോദരനായിട്ട് മദർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. മദർ എന്ന് ബൈത്തോമലൊക്കെ നിങ്ങൾ മദർ എന്നാണ് സംസാരിച്ചിട്ട് ആ കാലയളവ് തൊട്ട് ആ ഭവനുമായിട്ട് ഒരാഴമായ ബന്ധം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിത്വത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യം കുടുംബങ്ങൾ കടന്നു പോകാനും അവരുമായിട്ടൊക്കെ സംസാരിപ്പാനും അവറാച്ചാനുമായിട്ട് സംസാരിപ്പാനും ബന്ധപ്പെടുവാനും ഒക്കെ ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഏതാനും 2 ആഴ്ചകൾ മുമ്പും ഞങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും കുടുംബമായിട്ട് അമ്മാവെ കാണുകയും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കണ്ണിന് ഓപ്പറേഷനൊക്കെ നടക്കുന്ന സമയങ്ങൾ ഞങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരസ്പരം ഒരു സ്നേഹബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെ വളരെ സൗമ്യമായ രീതിയിൽ ഞങ്ങൾ ഇടപെടുകയും സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കുകയും ലഭിക്കുന്ന സമയം അവിടെ ചെലവഴിച്ച ശേഷം മടങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറോ ഞങ്ങളുടെ ജീവിതത്തിൽ പതിവായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, ബുധനാഴ്ച അച്ഛൻ അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ടു. അങ്ങനെ ആശുപത്രിയിൽ കടന്നുപോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഈ ലോകത്തു നിന്ന് അച്ഛന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വേർപാട് അവസാനമല്ല, ഒരു ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നാം ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ ഓരോ വിശ്വാസവും പ്രത്യാശയും കർത്താവ് വീണ്ടും വരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുതന്നെയാണ് നമ്മുടെ ആശയം. അപ്പം കർത്താവ് വീണ്ടും വരുമ്പോൾ ഇത് കാണപ്പെടുവാൻ കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തരും ഇടയാകണം. അതിനനുസരിച്ച് നാം ഓരോരുത്തരും ജീവിക്കണം. ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതിനായി തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. നാം ഈ ലോക ജീവിതത്തിൽ എത്ര വർഷം ജീവിച്ചു, എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ ജീവിച്ച കാലം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ധന്യമായി തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ജീവിപ്പാൻ, ക്രിസ്തുവിനോടൊപ്പം മരിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ മരിക്കണമെന്നാണ് നമ്മുടെ വേണ്ടി ധാരണ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നാം ഓരോരുത്തരും ജീവിക്കണം. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടന്ന് അവൻ പ്രകാരം, അവൻ്റെ വഴികൾ പ്രകാരം ജീവിപ്പാൻ തക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണമെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടുകയുള്ളൂ, കാണപ്പെടുകയുള്ളൂ, അവനോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥ നാം മറന്നു കളയരുത്. അങ്ങനെ അവറാച്ചാൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നന്ദി കരയറ്റുന്നു. ഈ ഇടവകയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്യുവാൻ തക്കണം ഭവനങ്ങൾ ഇടയായി തീർന്നു. ആത്മീയ ജീവിതത്തിൽ കുഞ്ഞുനാൾ 10-35 വർഷം മുമ്പോട്ട് നോക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളും കടന്നു വരികയും അന്നത്തെ ഇടവമിഷൻ്റെ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് സാക്ഷിയോഗം ഉണ്ടായിരുന്നു. എല്ലാ അനുഭവസാക്ഷിയൊക്കെ പറയാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അനുഭവസാക്ഷി പറയുന്ന കൂട്ടത്തിലായിരുന്നു. അവറാച്ചാൻ 2 വർഷം മുമ്പോട്ട് ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു. അത് പരിപൂർണമായ സൗഖ്യം ലഭിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സൗഖ്യം ലഭിച്ച് അങ്ങനെ ആ കാലങ്ങളിലൊക്കെ പരസ്പരം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ പരസ്പര യോഗത്തിൽ സംബന്ധിക്കുകയും അന്ന് അനുഭവസാക്ഷികൾ പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പ്രിയ അവറാച്ചൻ. നാം ഓരോരുത്തരും സാന്ത്വന വാക്കുകളും സമാധാനവും പറഞ്ഞ് നാം ഓരോരുത്തരും പിരിഞ്ഞു പോയി. എന്നാൽ കുടുംബത്തിന് ദൈവമായ സമാധാനം ലഭിക്കണമെങ്കിൽ കർത്താവിൽ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ. ദൈവമായ സമാധാനം കർത്താവ് കൊടുത്തെങ്കിൽ മാത്രമേ വെക്കൂ. നമ്മുടെ ക്ഷമാശ്വാസമോ നമ്മുടെ ആശ്വാസവാക്കുകളോ ഒന്നും ആർക്കും ഒരു ആശ്വാസമല്ല. പക്ഷേ നമ്മൾ ഈ ഭൗതികമായിട്ട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ ആശ്വാസമൊക്കെ നമുക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിനവർക്ക് ആശ്വാസമില്ല. നിത്യമായ സമാധാനം, നിത്യമായ ആശ്വാസം ലഭിക്കേണ്ടത് കർത്താവിൽ നിന്നാണ്, ദൈവത്തിലേക്കാണ്. അതവർക്ക് ലഭിക്കട്ടെ എന്ന് ആശിക്കുന്നു. അങ്ങനെ അവർക്ക് വേണ്ടതായ ആശ്വാസവും സമാധാനം ലഭിക്കേണ്ടത് ആശയമുണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പുല്ലങ്കോട് സെൻറ്റ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആദർശമായ ഹൃദയ സമർപ്പിക്കുന്നതിന് വേണ്ടി ചുമതലക്കാരെ ക്ഷണിച്ചോളൂ. ഇപ്പോഴേ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബാംഗം ശ്രീ എം ബേബി.
ബഹുമാനപ്പെട്ട അച്ഛൻ, ഇടവക കൈസ്ഥാന സമിതി അംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, സ്നേഹിതരെ, അവറാച്ചാൻ്റെ മരണം പലരും സൂചിപ്പിച്ചതുപോലെ ഒരു നിഷ്കളങ്കൻ്റെ മരണമാണ്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരെ തുറന്നു പറയുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അവറാച്ചാൻ. അല്ലാതെ മനസ്സിലൊന്നും വെച്ച് പ്രവർത്തിക്കുന്ന ആളല്ല, ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. തനിക്ക് ഈ 84 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വളർത്തുവാനും ഒക്കെയുള്ള സാവകാശം ലഭിച്ചു. തൻ്റെ പ്രവൃത്തി പൂർത്തിയായപ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ടാകും. ആ പൂർത്തീകരണമായപ്പോൾ ദൈവം തന്നെ വിളിച്ചു ചേർത്തു. അതാണ് നമ്മൾ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതൊരു നിത്യമായ ഒരു വേർപാടല്ല. ബൈബിളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇനിയും നമുക്ക് നേരിൽ കാണാവുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നും ബാക്കി ജീവനോടെ ശേഷിക്കുന്ന നമ്മളെയും ഭാഗത്തേക്ക് ചേർത്ത് വരുമ്പോൾ അങ്ങനെ മുഖാമുഖമായി കാണുവാനും ഒക്കെയുള്ള സാവകാശം ഇനിയും ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള നല്ല രൂപത്തിലൊരു മരണം പലപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ 2 ദിവസത്തിനപ്പുറം ഒരു ശ്വസിക്കുന്നതിന് ഇച്ചിരി പ്രയാസം തോന്നി. അപ്പോൾ തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പക്ഷേ ആയുസ് അവിടെ വരെ മാത്രം ഉള്ളതുകൊണ്ട് മരിക്കുവാനിടയായി. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നല്ലൊരു മരണം ഇതുവരെയും ആ അടക്കത്തിൻ്റെ ഈ സമയം വരെയും എല്ലാ കാര്യങ്ങളും നടത്തുവാനും നടത്തിക്കുവാനും ഒക്കെ ഉള്ള കൃപ നമുക്ക് തന്നു. എന്നെ ഇവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഇടവകയിൽ വന്ന നാൾ മുഴുവൻ നമ്മുടെ അച്ഛന് സാധാരണ മനുഷ്യരുടെ വലിയ വീട്ടുകളുടെ അല്ല പോകുന്നത്, ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരുടെ വീട്ടുകളിൽ പോകുവാനും അവർക്ക് വേണ്ട ശുശ്രൂഷകളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറയുവാനും ഒക്കെയാണ് നമ്മുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ വീട്ടിലും പല പ്രാവശ്യം വരുന്നതിനും പല കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇടയാക്കി. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം അച്ഛൻ അവിടെ വരികയും പോവുകയും ഒക്കെ ചെയ്ത് എല്ലാ ശുശ്രൂഷയും ഭംഗിയായി ഏറ്റെടുത്ത് നടത്തിയ അച്ഛനോടും കുടുംബത്തോടും ഉള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ പല നാട്ടിലിരുന്നും പല സ്ഥലത്തു നിന്നും ഒന്നിച്ചു വന്ന ബന്ധു മിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ചെയ്യിക്കുവാനും വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കിയ എല്ലാവരോടുള്ള പ്രത്യേകമായി നമ്മുടെ യുവജനങ്ങളോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങളെപ്പോലെയുള്ള വയസ്സന്മാരെ കൊണ്ട് പലതും ഒക്കുന്നില്ല. ഇപ്പോൾ പണ്ടൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും വളരെ ചിട്ടയോടും അടുക്കോടും നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇതുവരെയും കൊണ്ടുവന്ന എല്ലാവരും നന്ദി. അതുപോലെ തന്നെ സ്നേഹിതരെ, രാഷ്ട്രീയക്കാരെ, നാട്ടിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും വരികയും കാണുകയും കേൾക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും, ഇതുവരെയും നമ്മളോട് കൂടെ സഹകരിച്ച എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച 5 മണിക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയിലും നിങ്ങളെ പ്രത്യേകം ക്ഷണിച്ചു കൊള്ളുകയും ചെയ്യുന്നു.
നമ്മുടെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അതാത് സ്ഥലങ്ങളിൽ ഇരുന്നാൽ മതിയാവും. എന്നാലേ നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധ എവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അതോടൊപ്പം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അനുസന്ധാനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷ്യങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിരിക്കുന്ന ഈ നിർദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ സഭയിലെ സകലസന്താനങ്ങൾക്ക് ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത് ഭാഗത്തെ മക്കളായ കുഞ്ഞാളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബുകുല സുബാൻ വൽമീൻ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകത്തക്കവണ്ണം മറിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിൻ്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടെ തുറക്കപ്പെടുന്നു. അവരുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. സ്തോമൻ ഗാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായ ഗ്രേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മുഖത്വത്തിൻ്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകളെ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടത്തിൻ്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധീതിയുമായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുല സുബാൻ നിത്യപിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാൻ്റെ തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവരായ ആകൽ ക്രിസ്തായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു.
നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ശുശ്രൂഷകൾ കൈക്കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ അവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ അവൻ വസിക്കുകയും തിരുസന്നിധിയിലെ നിത്യസന്തോഷത്തിൽ അവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയെങ്കിലും അനുഭവപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ അവൻ സന്തോഷിക്കുകയും തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്നവരായ എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധമാതകൾ നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടി നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് കരയേറ്റുവാനായിട്ട് തന്നെ. ഹോശോ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ഒഴികെ പരനില്ലെങ്ങുമേറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയവൻ പാപികളെ തേടി നടന്നു. ആടനൊഴിഞ്ഞാതരവാൻ പാടെ ചേർന്നിടുവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുമേ ഈശോ ഉണർന്നിരിപ്പിൻ, വരുമേ വേഗം. പെരുങ്കാഹളമൊലിച്ചിടുമപ്പോൾ അരുളപ്പാടാലെ നിരയണിയായി മരിച്ചവരുയർത്തിടുമേ. അരികണങ്ങളും ഉരുകും മനസ്സിൽ വീര്യപ്രതാപത്തോടെ വരുമേ വിധിനാഥൻ. ആരീടത്തിൽ ബഹുകൂട്ടം പാരം ദുഃഖിക്കും. ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതന്മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവെ, നിന്നെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചി അടിയാർ. പാപം ചെയ്തതിനാ ലംഘന നരകത്തിൽ
കൈവെളിയരുതേ നീ കരുണാവാരിതിയെ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നങ്ങൾ കൃപ തോന്നിയിടണമേ. വിശുദ്ധർ സ്വർഗഭാഗ്യം കൈക്കൊണ്ടിടുന്നു, ഒടുവിൽ മണിയറയിൽ ആയവർ പൂകിയിടും. നിൻ സാദൃശ്യത്തിൽ നിർമ്മലരാജ്ഞങ്ങൾ നരകാഗ്നിയിൽ വായിൽ ഇരയായിടരുതേ. ഭയങ്കരമാം പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്ലീവായുധമങ്ങൾക്ക് തുണയായി നിൽക്കണമേ. ബലിയായി തീർന്നോനേ, നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോരാനന്ദിച്ചിടും. മഹത്വനാഥേനും ബഹുമതിദാതേനും വന്ദനവും സ്തുതിയും വിശുദ്ധാരോഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസനെ യാത്രയാകുന്ന ഈ സമയത്ത് ഇതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പിതാവിൻ്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്തിൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തമായ ഭാഗ്യങ്ങൾക്ക് ഇവനവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യമവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തികവുള്ളതത്രേ. ഞങ്ങളെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നാശം കാണുകയില്ല. ലോകവുമാതിന്മോദവും ലോകത്തിൽ പാർത്തിടുന്നോർക്ക് ലോകദാനം ലൗകികർക്കും വിട്ടിരിക്കുന്നു എന്നേക്കുമാ. മശിഹാരാജൻ പെട്ടെന്നു വെളിപ്പെടുന്നു ഘോഷത്തോടെ. തന്റെ കൂടെ തൻ സൈന്യവും ആഗമിക്കുന്നു സോദരരെ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കോ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും രാജരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതനാകും ദൈവത്തിനു മഹത്വവും തൻസുതനും പരിശുദ്ധരോഗൈക്യം സ്തുതിയും എന്നേക്കും. ആമേൻ. കർത്താവേ, പുനരുദ്ധാനത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മണവറയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവപുത്രൻ തൻ്റെ സൈന്യങ്ങളുടെ 1000 10,000 കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടാത്തവൻ ആരുള്ളോ? രാജാവും തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തൻ്റെ മുൻപാകെ ഒന്നിച്ചുകൂടുകയും സർവ്വഭൂമിയുടെയും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു.
തീജ്വാലയിൽ വടികൾ ഉള്ള ഭയങ്കരനായ രാജാവ് തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു. അവർ നീതിമാന്മാരെ അന്യായക്കാരിൽ നിന്നും വേർതിരിക്കുന്നു. അവർ ഭയങ്കരത്വമുള്ള വലിയ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു. രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിക്കും. ലജ്ജയോടും കൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ, നരാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് അരുളി ചെയ്യുന്ന രാജപുത്രൻ്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തൻ്റെ മുൻപാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താതികർത്താവുമായുള്ളവേ, ഞങ്ങൾ നിൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിൻ്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തൻ്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വം, മരിക്കുകയും ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചു വിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്ത വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത മരണം ചൊല്ലുന്നു. ആദാം മുതൽ തലമുറ തോറും മരണം തന്റെ ഗതിയെ പിരിച്ച് ഗോത്രമെല്ലാം നശിപ്പിച്ചിടുന്നു. മരണദുഃഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾക ദേവാനുഗ്രഹിക്കാം. നീ വരുത്തിയിടണമേ. ആദാം തന്റെ സകല സന്താനങ്ങൾക്ക് കലർത്തിയ മരണത്തിന്റെ കാസാത്ര കൈപ്പുള്ളതാകുന്നു. ആദാമോന്റെ സകല സന്താനങ്ങൾ അത് കുടിപ്പാൻ ഒന്നിൽ നിന്നൊന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പിൻ. എന്നാൽ എൻ്റെ സഹോദരരെ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്നേ നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗം നിറങ്ങി വരുന്നു. മെസ്സിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പീൻ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ മുഖത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. പാർക്കുമാർ സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ
ദൈവത്തിന് ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ഇപ്പോഴെ പരിശുദ്ധ യവൻഗേലിയൻ വായിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും എഴുന്നേൽക്കാവുന്നതാണ്. സ്ലോബോലഹുൽഹുൻ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. യവൻഗേലിയോൻ കാദീശോ ദമോറോൻ യേശുമശിഹോ കോറൂസൂസോ മഹിയോനീസോ മെൻ യൂഹന്നാൻ സ്ലീഹോ മഗ്രസോനോത് മഗ്രസായേവ പുർക്കോനോ ലവൽമോ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായ ജനിച്ച പിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാൾ മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരിയേലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മസിഹം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വിടാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്യുന്നവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളി ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്നു നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽ പ്രായപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയേലായിസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയോടെ പൂർണ്ണമാകുകയാണ്. കാണാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. സെമിട്രിയിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ വെച്ച് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ തന്നെ അവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. സെമിട്രിയിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ വെച്ച് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. കാണാൻ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ കാണാവുന്നതാണ്. പ്രാപിച്ചുയർപ്പീൻ പ്രത്യാശ തന്ന നാഥാസ്തോത്രം. സീനായ് മേലിറങ്ങി പുനർ ഉയർപ്പും ജീവനും താഴെ
ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും എന്തിങ്ങനെ മർത്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു ചന്തമേറും മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ഏതൻ തോട്ടത്തിൽ ആദാം തിന്നൊരു കനിയാൽ നാശം വന്നീ ഭൂതലേ മാനുഷർക്ക് കൽപ്പനയിൻ ലംഘനത്താലി പരിഷ കീവണ്ണം ഖേദം രോഗം മരണം എത്ര ജ്ഞാനിയും എത്ര അജ്ഞാനിയും എത്ര ശക്തനും എത്രയാശക്തനും ഏവരെയും ഒരുപോലെ ഭീതിയറും ഈ മരണ ആദാം തൊട്ടിതുവരെയും ഭൂതലത്തിൽ മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു സ്നേഹിച്ചവനെ ഇരയാവാൻ അയക്കുന്നു സ്നേഹം നിറഞ്ഞ യേശുവേ നിൻ ആഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദോഷമന്യേ കാത്ത് ഖേദമുള്ളോരെ നീ മോദിപ്പി നാഥ നിന്റെ വരവിങ്കൽ താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലോ യാ പാടി സ്തുതിച്ചിടുവാ കൃപയരുൾക. ഇനി ആരെങ്കിലും കാണാനായിട്ടുണ്ടോ? മുഖം മൂടാനായിട്ട് പോവുകയാണ്. 1/2 മിനിറ്റ് സമയം തരാം. ആരെങ്കിലും കാണാനുണ്ടോ? ഇല്ലെങ്കിൽ മക്കൾ വന്ന് അമ്മയോട് പിടിച്ചു അമ്മ കാണാറുണ്ട് കാണാറുണ്ട്. മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമായ കർത്താവേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞും കൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോടെ പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്?
ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പൂഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു ഈ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിൻ്റെ ഇടയനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വിസ്തൃഹായുടെ യേശുവശിയ നീ മാത്രം കർത്താവാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവശിയായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുക. നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേ പിതാവായ സർവശക്തനായ ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഏകപുത്രനും പിതാവിനും നിൽച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിന്റെ കത്തമുള്ളവനും സാക്ഷിക്കും മുഖാന്തരമായവനും മനുഷ്യനായി ജനറേഷന് വേണ്ടി മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട തിരുതപ്രാരം 3-ാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും
ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിതപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നതിനുമായ യേശുമിശിഹായ ആയ ഏക സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ഉറപ്പട്ടെ. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ടെ സ്തുതിക്കപ്പെടുന്നവനും നിവന്മാരും ശ്രീകാന്മാർമാർ സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏർഗുവായാലും കാതലയ പുസ്തകമായ ഏകവിശ്വനും ഞങ്ങൾ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ബാറിക്കുമാസ്തോമൻകാലോസ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവല്ല, പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ എന്നോടുകൂടെ ഒരുങ്ങുവാൻ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി വളരെ അച്ചടക്കത്തോടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള ആളുകളെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ ബേബിച്ചാൻ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം 5 മണിക്ക് പ്രിയപ്പെട്ട അവറാച്ചാൻ്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന ക്രമീകരിക്കുന്നതാണ്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രാർത്ഥന ക്രമീകരിക്കുന്നതാണ്. എല്ലാവരും ആ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ചായ വല്ലതും ക്രമീകരിച്ചിട്ടുണ്ടോ? ചായ ഉണ്ടോ? ചായ ക്രമീകരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ചായ വന്നവർക്ക് എല്ലാവർക്കും ചായ ക്രമീകരിച്ചിട്ടുണ്ട്. മഴയുടെ പ്രശ്നമുള്ളതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു. അങ്ങോട്ട് ആരും പോകേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഇതെടുക്കാൻ ഈ കാസ്കറ്റ് ഇത് എടുക്കാനായിട്ടുള്ളവർ മാത്രം കൊണ്ടുവന്ന് അവിടെ വെച്ചാൽ മതി. ഒരു എന്താ പറയുന്നത് ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ചായ കിട്ടുമെങ്കിൽ ചായ കുടിച്ചിട്ട് നിങ്ങളുടെ ഈ കുടയുണ്ടെങ്കിൽ കുട പിടിച്ചുകൊണ്ട് പോകാം. കുടയില്ലാത്തവർ നനഞ്ഞു കഴിഞ്ഞ് കുടയുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.
ഇങ്ങനെ കയറി അതിൽ കുട്ടി അങ്ങോട്ട് താങ്ങിയിട്ട് എനിക്ക് കയറി തന്നാലും മതി 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 അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കണം. കുനിയണം കേട്ടോ, ഒന്ന് കുനിയണം. ബ്ലേഡ് വാങ്ങിച്ച് ഈ ചിട്ട അതൊരു താഴത്തെ അതിനോട് പെട്ടോ കമ്പി കാണാനായിട്ട്